ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തൻ്റെ അച്ഛനെയും ചേട്ടന്മാരെയും തൊട്ട് കളിച്ചവനെ വെറുതെ വിടില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച് നമ്മുടെ വിക്രം അവിടെ നിന്ന് ഇറങ്ങാം. ഇഷിതയുടെ കയ്യിൽ നിന്ന് വണ്ടിയുടെ ചാവി ചോദിച്ചു. പക്ഷേ ഇഷിത അത് കൊടുക്കാൻ തയ്യാറായില്ല. പക്ഷെ തന്നില്ലെങ്കിലും താൻ വേറെ വണ്ടി വിളിച്ചു പോകുമെന്ന് വരെ വിക്രം പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളെല്ലാം ഇഷിതയോട് പറഞ്ഞതിന് ശേഷം നമ്മുടെ വിക്രം അവിടുന്ന് പോരുക. വിക്രം അവിടുന്ന് പോന്നിട്ട് ഒരിടത്ത് ഇവന്, അതായത് ആ പോലീസുകാരൻ സാബുവിന് കെണി ഒരുക്കി വെച്ച് അവിടെ കാത്തിരിക്കുകയാണ്. കറക്റ്റായിട്ട് വന്ന് വിക്രത്തിൻ്റെ കെണിയിലേക്ക് അവൻ വീണു. മറിഞ്ഞടിച്ച് വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് ചെന്നു. വിക്രം അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ആരാ എന്നാ എന്നിവൻ ചോദിക്കാട്ടോ. ചെന്ന് രണ്ടുപേരും കൂടെ ഒന്നും പിടിയും വലിയൊക്കെ. അപ്പം വിക്രത്തിൻ്റെ മുറിവുള്ള കാലയിലാണ് അവൻ പിടിച്ചത്. അപ്പോൾ വിക്രത്തിന് ശരിക്കും വേദന എടുത്തു. പക്ഷേ വിക്രം കരയുന്നില്ല. ഒച്ചയെടുത്താൽ വിക്രമാണെന്ന് ഇവൻ അറിയുമല്ലോ. ആദ്യം തന്നെ വിക്രമാണെന്ന് ഇവൻ അറിഞ്ഞു കഴിഞ്ഞാൽ പണിയാവുമല്ലോ എന്ന് വിക്രത്തിന് അറിയാവുന്നത് കൊണ്ട് ഇവനെ മുള വെച്ച് ഊടിട്ട് ഇങ്ങനെ കുടുക്കിട്ട് പിടിച്ചു. അപ്പോഴേക്കും ഇവന് വേദന എടുത്തു പോകുമ്പോൾ വലുവായി കിടന്ന് കാറുക. പിന്നെ നമ്മുടെ വിക്രം അവിടെ ഇട്ട് ഇവനെ ഉരുട്ടി ഇതിച്ച് ചവിട്ടി കൂട്ടി അവൻ്റെ കാല് പിടിച്ച് ഓട്ടിച്ച് തിരിച്ച് അവനെ ഇനി ഒന്നിനും കൊള്ളത്തില്ലാത്ത പരുവത്തിലാക്കി. എഴുന്നേറ്റ് കഴിഞ്ഞിട്ടും വിക്രത്തിന് അവനോടുള്ള കലി മാറിയില്ല. വിക്രം അവൻ ആ ഊടുപാട് തലങ്ങും വിലങ്ങും അടിച്ചു. അപ്പോഴത്തേക്കും അവൻ കാലൊക്കെ ഒണിഞ്ഞവൻ ബോധം കെട്ട് പോയി. പക്ഷേ അവൻ്റെ ആ കാലടിച്ച് മുളവടിക്ക് അടിച്ച് ചതച്ച് ഇഞ്ച പരുവാക്കി അവൻ. അതും കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രം അവിടെ നിന്ന് അങ്ങ് പോയി. മറ്റവൻ ആ റോട്ടിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഇതും കഴിഞ്ഞിട്ടാണ് വിക്രം നേരെ വണ്ടിയിൽ കയറി ഇഷിതയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഇഷിതയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ കാലിൽ നല്ല മുറിവും കാര്യങ്ങളും. അപ്പോഴേക്കും വേദ എവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇറങ്ങുവാണോ എന്നൊക്കെ ചോദിച്ച്. അപ്പോഴേക്കും വിക്രം അങ്ങോട്ടേക്ക് വന്നു. ഞങ്ങളിപ്പോൾ തന്നെ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇഷിത നോക്കുമ്പോൾ വിക്രത്തിൻ്റെ കാലിൽ ഭയങ്കരമായിട്ട് ബ്ലഡ് വരുന്നു. അയ്യോ, ഭയങ്കരമായിട്ട് ബ്ലഡ് വരുന്നുണ്ടല്ലോ, ക്ലീൻ ചെയ്തിട്ട് പോകാമെന്ന് ഇങ്ങനെ ഇഷിത പറയുമ്പോൾ വേണ്ട, ഇപ്പം നിന്ന് കഴിഞ്ഞാൽ അതിന് സമയം ഒരുപാടാകും, അതുകൊണ്ട് ഇപ്പം അതിന് നിൽക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് വിക്രം ഇഷിതയോട് പറയാം. അപ്പോൾ ഇഷിത പറഞ്ഞു, വിക്രം ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ പോവുക ഭയങ്കര റിസ്ക്കാണ്, നമുക്ക് കാലൊന്ന് ഡ്രസ്സ് ചെയ്തിട്ടെങ്കിലും പോയാൽ പോരേന്ന് ചോദിച്ചു. വേണ്ട, ഇങ്ങനെ തന്നെ പോയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുകയാണ് നമ്മുടെ വിക്രം. ഇപ്പം പോയാലേ വേദ പറഞ്ഞ സമയത്തിൽ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു, അല്ലെങ്കിൽ അത് അവൾക്കും ഭയങ്കര പ്രശ്നമാകുമെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇവർ പതുക്കെ വണ്ടിയിൽ കയറി വേദയുടെ അടുത്തേക്ക് പോകുമ്പോൾ വേദയാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഫോണിലിങ്ങനെ എവിടെ എത്തി എന്നുള്ളൊരിത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ വീടിൻ്റെ മുന്നിൽ എത്താറായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇഷിത ഒന്നുകൂടെ വിളിച്ചു. അപ്പോഴേക്കും വേദ പറഞ്ഞു, വിക്രത്തിനോട് ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ കയറി വന്നാൽ മതിയായിരുന്നു. വേദ, ഒരു പ്രശ്നമുണ്ട്, വിക്രത്തിൻ്റെ കാലിന് കുറച്ച് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വേദനയും ഉണ്ട്. വിക്രം ഭയങ്കരമായിട്ട് ടയേർഡാണ്, വിക്രത്തിന് അങ്ങനെ തന്നെ കയറി വരാൻ പറ്റത്തില്ല, നീ ഒന്ന് താഴേക്ക് ഇറങ്ങി വരാമോ എന്ന് ചോദിച്ചു. അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒന്ന് സംഭവിക്കാനായിട്ട്, എന്താ പറ്റിയേ എന്നൊക്കെ ഇങ്ങനെ വേദ ഇങ്ങനെ വെപ്രാളത്തോടു കൂടി ചോദിക്കും. അതൊക്കെ വന്നിട്ട് പറയാം, നീ ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ ഇറങ്ങി വരാൻ പറഞ്ഞപ്പോൾ വേദ ശരി ഇറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് വേദ പിന്നെ ആരും കാണാതെ പാത്തും പതുങ്ങിയും ഇങ്ങനെ അനങ്ങി താഴേക്ക് ഇറങ്ങി വരിക. ഇറങ്ങി വന്നു. ഇവരും പതുക്കെ വണ്ടി കുറച്ച് അപ്പുറം നിർത്തിയിട്ടിട്ട് അതിൽ നിന്ന് പതുക്കെ രണ്ടുപേരും കൂടി വിക്രത്തെ പതുക്കെ ഇറക്കി വിക്രത്തിൻ്റെ മരുന്നുകളും കാര്യങ്ങളും എല്ലാം എടുത്തു. അതിനുശേഷം ഇഷിതയും വേദയും തമ്മിൽ കണ്ടു. വിക്രത്തെ ഇഷിത വേദയ്ക്ക് കൈമാറി. അങ്ങനെ അതും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ഇതെന്താ വിക്രം, ഇതെന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതൊക്കെ അകത്ത് എന്നിട്ട് പറയാം, നീ വേഗം തന്നെ വിക്രത്തെയും കൊണ്ട് അകത്തേക്ക് പോകും, ആരെങ്കിലും ഉണർന്നാലോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരി ഓക്കെ, എന്നാൽ പിന്നെ നീ വേഗം പോയിക്കോളാൻ പറഞ്ഞു ഇഷിതയോട്. അങ്ങനെ ഇഷിത അവിടെ നിന്ന് പോയി. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അകത്തേക്ക് കയറി പോകും. അപ്പോൾ വേദനയുണ്ടോ വിക്രം എന്ന് ചോദിച്ചു. സാരമില്ല എന്നും പറഞ്ഞു വിക്രം. അങ്ങനെ ബ്ലഡ് ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവില്ലേ എന്നൊക്കെ വിക്രം വേദയോട് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം, വിക്രം ടെൻഷൻ ആവേണ്ടെന്ന് വേദ പറയാം. നമുക്ക് പെട്ടെന്ന് മുറിയിലേക്ക് ചെല്ലണം, സ്റ്റെപ്പ് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും കയറിക്കോളാമെന്നും വിക്രം പറഞ്ഞു. അങ്ങനെ വേദയും വിക്രവും കൂടി എങ്ങനെയൊക്കെ ഒരു തരത്തിൽ ഉരുണ്ട് മുകളിൽ ചെന്നു. വേദയുടെ മുറിയിൽ കൊണ്ടുപോയി വിക്രത്തെ ഇരുത്തി കഴിഞ്ഞിട്ട് നമ്മുടെ വേദ പെട്ടെന്ന് തന്നെ ബ്ലഡ് വീണിട്ടുള്ളതെല്ലാം തൂത്ത് കളയാനായിട്ട് പോയി. ഇങ്ങനെ വേഗം പോയി അവിടെ ഉണ്ടായിരുന്ന ബ്ലഡൊക്കെ തൂത്ത് കളഞ്ഞ് മുറിയിലേക്ക് വന്നു. അത് കഴിഞ്ഞപ്പോൾ കാല് നോക്കുമ്പോൾ കാലിലും മുറിവിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇതെന്ത് പറ്റിയതാ വിക്രം എന്ന് ചോദിച്ചു. അതെന്ന് പറഞ്ഞു വിക്രം ഇരിക്കാം, ഞാൻ ആദ്യം ഇതൊന്നും ഡ്രസ്സ് ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ മരുന്നും കാര്യങ്ങളും പഞ്ഞി അതെല്ലാം എടുത്തു ഡ്രസ്സ് ചെയ്തു. ബ്ലഡ് മുഴുവൻ തുടച്ച് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് മുറിവ് കെട്ടിയും വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദ ഭയങ്കരമായിട്ട് ധൃതി പിടിക്കുക. കാരണം സെക്കൻഡുകളേ ഉള്ളൂ വേദയുടെ മുന്നിൽ. അതിനുള്ളിൽ മെയിൻ സ്വിച്ച് ഓൺ ആക്കണം, അതുപോലെ തന്നെ CCTVയുടെ അതെല്ലാം തിരിച്ചു കുത്തണം, ഒക്കെയുണ്ട്. അത് കാരണം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് വേദ ഇങ്ങനെ വെപ്രാളം കയറി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും വിക്രം വേദയുടെ കയ്യിലേക്ക് പിടിച്ചു. അപ്പോൾ വിക്രം ഇങ്ങനെ കൈ പിടിച്ചപ്പോൾ വേദ തിരിഞ്ഞു നോക്കി. രണ്ടുപേരും കുറച്ച് നേരം നോക്കി. എന്താ വിക്രം എന്ന് ചോദിച്ചു.
എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ നമുക്ക് പറയാം, ഞാനിപ്പോൾ ഇതൊന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വേഗം തന്നെ കൊണ്ടുവന്ന് മോപ്പെടുത്ത് മുറിയെല്ലാം ക്ലീൻ ചെയ്തു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പം വേദ വന്ന് വിക്രത്തിൻ്റെ അടുത്ത് ഇരുന്നു. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റിയില്ലടോ, അച്ഛനെയും ചേട്ടന്മാരെയും സാബു ഉപദ്രവിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്കങ്ങനെ വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കാൻ സാധിച്ചില്ല. ഞാൻ അവനെ കാണാൻ പോയതായിരുന്നു എന്നും അവനെ ഞാൻ അടിച്ച് അവൻ്റെ കാല് ഞാൻ ഒടിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേദ വിക്രം എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ അല്ലാതെ ഇവിടെ മനസമാധാനമായിട്ട് ഇരിക്കാൻ എനിക്ക് പറ്റില്ല. എന്നെ കാണാതെ ഇരിക്കും തോറും അവരെ അവൻ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവനോട് പറഞ്ഞു വിടുന്നവർക്ക് വേണ്ടിയിട്ടാണ് അവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതിനുവേണ്ടി അവൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം പറയുമ്പോൾ അതിപ്പോൾ വിക്രു പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയാലോ എന്ന് പറഞ്ഞു. സാരമില്ല, അവനിട്ട് എന്തായാലും ഞാനൊന്ന് ഓങ്ങി വെച്ചതായിരുന്നു, അതിങ്ങനെ അങ്ങ് തീർന്നു നമുക്ക് കരുതിയാൽ മതിയെന്ന് വേദ വിക്രത്തോട് പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ വിക്രത്തിനൊരു ആശ്വാസം. അങ്ങനെ ഇവർ ഈ കാര്യമൊക്കെ സംസാരിച്ചു. അതിന് ശേഷം പിന്നെ വേദനയുടെ കാര്യമൊക്കെ ചോദിച്ചു. വിക്രത്തിന് മരുന്നൊക്കെ വേദ എടുത്തുകൊണ്ട് കൊടുത്തു. ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ വേദ വിക്രത്തിൻ്റെ അടുത്തിരിക്കുന്നു. അപ്പോൾ തനിക്ക് ഞാനൊരു ബുദ്ധിമുട്ടായില്ലേ എന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വേദ പറയാട്ടോ. അങ്ങനെ വിക്രം വേദയുടെ വീട്ടിൽ സുരക്ഷിതനായി എത്തി. അതുപോലെ തന്നെ വേദയാണെങ്കിൽ ബാക്കി ജോലികളെല്ലാം ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് കയറി കിടന്നു. നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വേദയാണെങ്കിൽ വിക്രത്തിന് വേണ്ടുന്ന സാധന സാമഗ്രികളെല്ലാം കൊടുത്തു. പല്ല് തേക്കാൻ അങ്ങനെ ഇതെല്ലാം കൊടുത്ത് വിക്രത്തെ കൊണ്ട് എല്ലാം ചെയ്യിക്കാം. വാഷ്റൂമിൽ കൊണ്ടുപോകുന്നത് വേദ. അങ്ങനെ എല്ലാം വിക്രവും വേദ ആ റൂമിൽ ഭയങ്കര സന്തോഷമായി വേദയ്ക്ക്. അതുപോലെ തന്നെ വിക്രത്തിനും. ഇത്രയും കാലം അവരൊരു മുറിയിൽ ജീവിച്ചെങ്കിലും കീരിയും പാമ്പും പോലെയല്ലേ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ശരിക്കും രണ്ട് പ്രണയിതാക്കൾ താമസിക്കുന്നത് പോലെ തന്നെ താമസിക്കുകയാണ്. ഭയങ്കര സന്തോഷമാണ്. ചിരിയും കളിയും വർത്തമാനവും അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ അവർ ഇപ്പോഴാണ് ജീവിച്ചു തുടങ്ങുന്നത്. എന്തായാലും വിക്രത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് വേദയാണ് ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുക്കുന്നു, വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടു കൂടിയിരിക്കുന്നു. ഈ സമയത്താണ് ശ്രീകാന്ത് അറിയുന്നത് സാബുവിനെ ആരോ റോട്ടിലിട്ട് അടിച്ച് തകർത്ത് കാലൊക്കെ ഒടിച്ച് ആശുപത്രിയിലാണെന്ന്. ഇവനാണെങ്കിലും 4 കാലും പറിച്ച് ഓടി. അപ്പോൾ അമ്മായച്ചനും കൂടെയാണ് പോണത്. രണ്ടുപേരും കൂടി ചെന്ന് ഇവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവനെ വെച്ച് കെട്ടി ഇങ്ങനെ അനങ്ങാൻ മേലാത്തതുപോലെ കിടക്കുക. എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ എന്നാ പറ്റിയതാണെന്ന് അറിയാൻ മേല സാറേ, ഒരുത്തൻ രാത്രി വന്ന് അടിച്ചതാ, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ഇവൻ പറയാം. ഇനി വിക്രമാണോ എന്ന് സംശയം ഉണ്ടെന്നുള്ള രീതിയിൽ വരെ ഇവർ സംസാരിച്ചു. അങ്ങനെ ഇതെല്ലാം സംസാരിച്ച് ഇവർ വിക്രത്തിനെ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുവാണ്. അപ്പോൾ ഇവർ തമ്മിലിങ്ങനെ ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും മറ്റവൻ, അതായത് നമ്മുടെ അമ്മായച്ചൻ നിന്ന് ചിരിക്കുക. അപ്പോൾ ഏറ്റവും അടുത്ത പ്രദേശത്ത് തന്നെ വിക്രം ഉണ്ട്, എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടെന്നുള്ളത് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അയാൾ എന്നിട്ട് അത് ശ്രീകാന്തിനോട് പറയുകയും ചെയ്തു. ഞാൻ അന്ന് പറഞ്ഞതൊന്ന് നീ ഓർക്കുന്നുണ്ടോ? അവൻ നമ്മുടെ മൂക്കിൻ്റെ കീഴിലുണ്ട്, മൂക്കിൻ്റെ തുമ്പത്താണ് അവൻ താമസിക്കുന്നത്, അവൻ്റെ ഒളിത്താവൾ ഇവിടെ എവിടെയെങ്ങാണ്ട് അടുത്ത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാളിങ്ങനെ ശ്രീകാന്തിനോട് പറയാം. എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കണം, വേണ്ടി വന്നാൽ നമ്മുടെ വീട് പോലും പരിശോധിക്കണം എന്നൊക്കെ പറയാം. നമ്മുടെ വീട് അതെന്തിനാ വെച്ചാൽ കുന്തം പോയ കുടത്തിലും തപ്പണമെന്നല്ലേ ശ്രീകാന്തേ പഴമൊഴി. അപ്പം പിന്നെ നീ വീടും കൂടെ ഒന്ന് സെർച്ച് ചെയ്യിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പോലീസുകാരൻ ഇങ്ങനെ വന്നതുകൊണ്ട് പെട്ടെന്ന് അന്വേഷണം കാര്യങ്ങൾ തകൃതിയായിട്ട് നടത്താൻ പറ്റും എന്നും പറയുക. അതേ സമയത്ത് ശ്രീകാന്ത് വീട്ടിൽ തിരിച്ചു വന്നിട്ട് അച്ഛനോട് ഇത് പൊടുപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ വിക്രമാണ് ഇത് ചെയ്തതെന്നുള്ള രീതിയിൽ തന്നെ ഇയാൾ പറഞ്ഞും കൊടുക്കുക. അപ്പോൾ വിക്രം അങ്ങനെയൊക്കെ ചെയ്യും എന്നൊരിത് ഇല്ലെന്ന് പറയുമ്പോൾ ഇന്നലെ വിക്രത്തിൻ്റെ അച്ഛനെയും ചേട്ടന്മാരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചായിരുന്നു. എന്നിട്ട് ചോദ്യം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. ഇനി അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി അവൻ ഒളിച്ചിരുന്ന് ആക്രമിച്ചതാണോ എന്ന് പോലും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ പറയുക കേട്ടോ. ഒരുപക്ഷെ അച്ഛൻ്റെ മോൾക്കും ഈ ഒരു കാര്യത്തിൽ അറിവുണ്ടാകുമെന്നും പറഞ്ഞു. അങ്ങനെ വേദയ്ക്കെതിരായിട്ട് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതൊക്കെ ദീപ്തിയും കേൾക്കുന്നുണ്ട്. അപ്പോൾ ദീപ്തിക്കും ഇതിനോടനുബന്ധിച്ച് വേദയോട് വെറുപ്പുണ്ടാവണം, വിക്രത്തോടും വെറുപ്പുണ്ടാവണം, അതാണ് ഇവൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ നേരെ വേദയുടെ റൂമിലേക്ക് ചെന്നു. അപ്പോൾ വേദയാണെങ്കിൽ ചോറ് എടുത്തുകൊണ്ട് വന്ന് വിക്രത്തിന് വാരി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വിക്രം തന്നെ കഴിക്കാൻ പറ്റാത്തൊരിതിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് വേദ വിക്രത്തിന് വാരി കൊടുക്കാൻ നോക്കി. അപ്പോൾ വിക്രം ആദ്യം അതിന് മടിച്ചു. കഴിക്ക് വിക്രു എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വേദ വാരി കൊടുക്കുക. അങ്ങനെ വിക്രമത്തിന് വേദ വാരി കൊടുത്ത് അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അച്ഛൻ വരുന്നത്. അച്ഛൻ വന്നപ്പോഴത്തേക്കും അയ്യോ ആരോ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വേദ വിക്രത്തെ താങ്ങി എടുത്തുകൊണ്ടേ വാഷ്റൂമിൽ ഒളിപ്പിച്ചു. അങ്ങനെ വാഷ്റൂമിൽ ഒളിപ്പിച്ച് വിക്രം അവിടെ നിൽക്കുക. വേദയെന്ന് വാതിലും തുറന്നു. വേദയെന്ന് വാതിൽ തുറന്നപ്പോൾ എന്താ നിനക്ക് വാതിൽ തുറക്കാൻ ഇത്ര താമസമെന്ന് അച്ഛൻ ചോദിക്കുക. അത് ഞാൻ ഫുഡ് കഴിക്കായിരുന്നു അച്ഛാന്ന് പറഞ്ഞു. അതെന്താ റൂമിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുന്നത്? എനിക്ക് താഴെ ഇരുന്ന് കഴിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ മുകളിലേക്ക് കൊണ്ടുവന്നതാണെന്ന് വേദ പറയുകയും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ മുറിയിലേക്ക് കയറി വന്നു. വിക്രത്തിൻ്റെ അച്ഛനെയും അതുപോലെ ചേട്ടന്മാരെയും തല്ലിയ കഥയൊക്കെ ചോദിക്കുക. അപ്പം അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു എന്ന് വേദ പറഞ്ഞു. കേട്ടതേ ഉള്ളൂ, അതിൽ നിനക്ക് വല്ല അറിവോ കാര്യങ്ങളൊന്നും ഇല്ലേന്ന് ചോദിച്ചു അച്ഛൻ.
എനിക്കങ്ങനെ ഞാനെങ്ങനെ അറിയാനാണെന്ന് അച്ഛനോട് വേദ തിരിച്ചും ചോദിക്കുക. പക്ഷേ അതിലൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ അച്ഛാ? വിക്രത്തിൻ്റെ അച്ഛനെയും ചേട്ടന്മാരെയും അടിച്ച ആ സാബു എന്ന് പറയുന്ന പോലീസുകാരനെ ഇന്നലെ രാത്രി നട റോട്ടിൽ ആരോ തല്ലിച്ചതച്ചു. അയാളുടെ കാലൊക്കെ ഒടിഞ്ഞിപ്പോൾ ഹോസ്പിറ്റലിലാണെന്നാണ് പറയുന്ന കേട്ടെ. അതിപ്പോൾ വിക്രം ചെയ്തെന്നാണ് എല്ലാവരും പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ അച്ഛനിങ്ങനെ വേദയോട് പറയുമ്പോൾ വിക്രം എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ലല്ലോ അച്ഛാ. പിന്നെ എങ്ങനെ അത് വിക്രം ചെയ്തു എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അച്ഛനെയും ചേട്ടന്മാരെയും ഉപദ്രവിച്ചതിൻ്റെ കലി തീർത്തതാണെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അതിൽ നിനക്ക് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് എന്ത് അറിവുണ്ടാകാനാണെന്ന് വേദ ചോദിച്ചു. ഞാൻ ഈ വീട്ടിലുണ്ടായിരുന്നല്ലോ, ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങും പോയിട്ടുമില്ല. അപ്പം പിന്നെ എനിക്കിതിൽ അറിവുണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുന്നതിൽ എന്ത് അർത്ഥമാണ് ഉള്ളതെന്ന് ചോദിക്കാം. അങ്ങനെ അതും പറഞ്ഞ് അച്ഛനും മോളും കൂടെ രണ്ടുമൊക്കെ സംസാരിച്ചു. അച്ഛൻ അങ്ങ് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേദ വാതിലടച്ച് കുറ്റിയിട്ടു. അത് കഴിഞ്ഞ് വിക്രത്തെ ബാത്റൂമിൽ നിന്ന് പതുക്കെ ഇങ്ങ് പുറത്ത് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം ആരാ വന്നതെന്ന് ചോദിച്ചു. അച്ഛനാ വന്നത്. സാബു ഇപ്പോൾ ആശുപത്രിയിലാണെന്നും അവൻ്റെ കാലൊക്കെ ഒടിഞ്ഞെന്നാണ് പറയുന്നത് കേട്ടത്. അതിനെപ്പറ്റി അറിയാൻ വേണ്ടി അച്ഛൻ വന്നത്. ഇനി എനിക്ക് അതിനകത്ത് എന്തെങ്കിലും മനസ്സറിവുണ്ടോ, വിക്രമാണോ അത് ചെയ്തത്, അതൊക്കെ ചോദിക്കാനാണ് അച്ഛൻ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അവർക്കിടയിൽ ആ ഒരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരിയ്ക്കുക കേട്ടോ. അപ്പോഴേക്കും പോലീസുകാർ ഇതിലെല്ലാം പരതി നടക്കുക. ലാസ്റ്റ് വേദയുടെ വീട്ടിലും എത്തി. ശ്രീകാന്തിൻ്റെയും അമ്മായിച്ചൻ്റെയും അനുവാദത്തോടു കൂടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് ടെൻഷനായി. വേഗം തന്നെ ഒരു ടെറസിൻ്റെ അങ്ങോട്ട് കയറുന്നതിൻ്റേതായ ഒരു കുടസ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി വിക്രത്തെ ഒളിപ്പിക്കാൻ നോക്കി ആദ്യം. പക്ഷെ അപ്പോഴത്തേക്കും പോലീസുകാർ വന്ന് മൊത്തത്തിൽ സീനാക്കി. പിന്നെ വേഗം തന്നെ വേദ വിക്രത്തെ തൻ്റെ വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി നിർത്തി. അങ്ങനെ വിക്രം അവിടെ നിൽക്കും. അപ്പോഴത്തേക്കും പോലീസുകാർ എല്ലായിടും സെർച്ച് ചെയ്തു. അച്ഛൻ പറഞ്ഞു സെർച്ച് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വേദയ്ക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വീട് മുഴുവൻ സെർച്ച് ചെയ്യുക. വേദയുടെ റൂം സെർച്ച് ചെയ്യാൻ കയറി വന്നു. വേദയുടെ മുറിയെല്ലാം നോക്കി. അപ്പോൾ എന്താ ഇൻസ്പെക്ടർ എന്നൊക്കെ വേദ വക്കീലായതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ ചോദിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു അത് നോക്കിക്കോട്ടെ, അതിനിപ്പോൾ നിനക്കെന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ എവിടെ തെറ്റ് സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ടത് പോലീസുകാരുടെ ഉത്തരവാദിത്വമാണെന്ന് അച്ഛൻ പറയാം. അതനുസരിച്ച് പോലീസുകാർ അവിടെയെല്ലാം നോക്കി. വേദയുടെ മുറിയിലും വന്ന് നോക്കി. അപ്പോൾ വേദയുടെ വാഷ്റൂം പോലീസ് ഇങ്ങനെ തുറന്നു നോക്കും. അപ്പോൾ ഡോറിൻ്റെ പുറകിൽ വിക്രം ഇങ്ങനെ നിൽക്കും. അപ്പോൾ വേദ എന്ത് ചെയ്തു? ഈ കൈ കൊണ്ടുവന്ന് ബാത്റൂമിൻ്റെ ആ ഒരു ഡോറിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ഈ പോലീസുകാരൻ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ഇങ്ങനെ അടച്ചപ്പോഴത്തേക്കും വേദയുടെ കൈ കൂട്ടി അടച്ചത്. വേദ എന്ന് പറഞ്ഞൊരു ഒറ്റ കാണിച്ചപ്പോഴത്തേക്കും വിക്രം ഞെട്ടിപ്പോയി കേട്ടോ. അയ്യോ സോറി എന്ന് പറഞ്ഞുകൊണ്ട് ആ പോലീസുകാരൻ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ നിൽക്കാം. അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവുക എന്നുള്ളതാണ് വേദ ശരിക്കും ഉദ്ദേശിച്ചത്. അപ്പോൾ വിക്രത്തിന് ഭയങ്കര ടെൻഷൻ, വേദയ്ക്ക് എന്നാ പറ്റിയെന്നുള്ളത്. പിന്നെ പോലീസുകാർ വേഗം ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് വേദയും കൂടെ ഇറങ്ങിപ്പോയി. ഒരു സംശയം തോന്നരുതല്ലോ അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇവർ അവിടെ സെർച്ചിങ്ങും കാര്യങ്ങളെല്ലാം നടത്തി. ഇവിടെ ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇല്ല എന്നുള്ളത് ശ്രീകാന്തിന് മനസ്സിലായി. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് വന്ന് പോലീസുകാർ വരെ ഈ വീട്ടിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ജില്ലാ ജഡ്ജിൻ്റെ വീട്ടിൽ ഇങ്ങനെ സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ വന്നു. ഇനി നാട്ടുകാർക്കും പത്രക്കാർക്കും ടി വിക്കാർക്കൊക്കെ ഇത് കൊട്ടിഘോഷിക്കാനുള്ളൊരു അവസരമായി. അങ്ങനെയൊക്കെ അച്ഛൻ ഇങ്ങനെ തൻ്റെ ഇതെല്ലാം പറയുക. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലൂടെ നമ്മുടെ വേദ കടന്നു പോയിട്ട് നേരെ റൂമിലേക്ക് ചെന്നപ്പോഴത്തേക്കും വേദയോട് വിക്രം ചോദിച്ചു എന്താ പറ്റിയേ, കൈക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചു. അത് ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണെന്ന് വേദ വിക്രത്തോട് പറയാം. അതെന്തിനാ താനങ്ങനെ സ്വയം വേദനിപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഉറപ്പായും അവർ കൂടുതൽ ഈ റൂമിൽ സെർച്ചിങ് നടത്തിയേനെ. അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ വിക്രത്തിൻ്റെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് വേദ വിക്രത്തോട് പറയാം. അപ്പോൾ വക്കീൽ ബുദ്ധി തന്നെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ജീവിച്ച് പോകണ്ട മാഷേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ വിക്രുവിനോട് പറയാം. അങ്ങനെ വിക്രുവും വേദയും കൂടെ പിന്നെ റൂമിൽ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് വിളിച്ച് അമ്മായച്ചനോട് പറയുകയാണ് അവൻ ഇവിടെയെങ്ങും ഇല്ല അച്ഛാ, ഇവിടെ മുഴുവൻ പോലീസ് അരിച്ചു പറക്കി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്കതൊന്നും കൊണ്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. മറു സൈഡിൽ നിൻ്റെ വെങ്ങളല്ലേ നിൽക്കുന്നത്, അവളുടെ ബുദ്ധി എന്താണെന്ന് നിനക്കറിയില്ലേ എന്നൊക്കെ ചോദിച്ച് ശ്രീകാന്തിനോട് ഇങ്ങനെ പറയും. എപ്പോഴും അവൾക്ക് മേലൊരു കണ്ണ് വേണം എന്നും ഇയാൾക്ക് പറഞ്ഞു കൊടുത്തു. ഈ ശ്രീകാന്തിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ വിക്രവും വേദയും ഇപ്പോൾ സന്തോഷത്തോടു കൂടി വേദയുടെ വീട്ടിലെ ഒരു മുറിയിൽ ചെവി അറിയാതെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയും അതുപോലെ സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാട്ടോ. ആരും തന്നെ മിസ് ചെയ്ത് കളയരുതേ. എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.